ലീലാവതി, നീ വന്ന് കിടക്ക്. എനിക്കറിയാം, ഭാര്യ ഉണർന്നിരിക്കുമ്പോൾ ഭർത്താക്കന്മാർക്ക് കൂർക്കം വലിച്ചു കിടന്നുറങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാ വന്ന് കിടക്ക് എന്ന് പറയുന്നത്. ഞാൻ എന്തായാലും ഇന്ന് ഉറങ്ങൂല. പക്ഷെ ഒരു കാര്യം കൂടി, എന്നെ തോപ്പിക്കാൻ വരുന്ന അവളുടെ ഉറക്കം കൂടി ഞാൻ നഷ്ടപ്പെടുത്താൻ പോവാ. അതിനെന്തിനാ നീ എന്റെ ഉറക്കം കളയുന്നത്? നിന്നോട് വൈരാഗ്യം തീർക്കാൻ ആ സ്ത്രീ വരുന്നത് നിനക്കെങ്ങനെ അറിയാം? അയ്യോ, പോ പോ, ചെന്ന് കിടക്ക. ചെല്ല്. അയ്യടാ, അത് ശരി, പറയുന്നിടയ്ക്ക് ഉറങ്ങാൻ പോവല്ലേ? എന്താ? ഒരു 19 കഷ്ണം മീനാ ഞാൻ വറുത്തോണ്ട് പോയത്. ആ സാവിത്രി ചേച്ചി അതെല്ലാം വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സതി അതിലും കൂടുതൽ മീൻ കൊണ്ടുപോയി കൊടുത്തു കാണുമല്ലേ? എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ നരത്തിന് എന്താ അറിയാവുന്നേ? ഇറാഖിലെ യുദ്ധം, റഷ്യയിലെ ആഭ്യന്തര കലകം, എത്യോപ്യയിലെ പട്ടിണി, ഫ്രാൻസിലെ ലഹള, ഇതൊക്കെ പച്ച വെള്ളം പോലെ അറിയാം. സ്വന്തം വീട്ടിലെ കാര്യം എന്താ ലീലാവതി ഇങ്ങനെ? കഷ്ടമായല്ലോ ഇത്. കുന്തം. എനിക്കറിയാം, ഞാൻ ഒരു കഷ്ടം ഭാരമൊക്കെ ആയിട്ട് മാറും. എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് പറ. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. അവള് വരരുതേ എന്ന് ഇവിടെ എന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. ഇവിടെ ഈ രാത്രിയിൽ ഞാൻ കണ്ടാ പോയി പോക്കണ്ട, ഉറക്കം തെറ്റി പോവും. കുഞ്ഞിഷ്ണ, 16,008 ഭാര്യമാരുടെ പ്രശ്നവും പരിഭവവും മാറ്റിയവനാ നീ. അയ്യോ അല്ല, ഞാൻ നരേട്ടനെ കുറ്റം പറയല്ല. ഈശ്വര, അങ്ങനെ ചിന്തിച്ച മഹാഭാവം കിട്ടും. എന്നാലും എനിക്കൊരു വിഭ്രാന്തി കുഞ്ഞിഷ്ണ. അവള് വന്നു കളയോ കുഞ്ഞിഷ്ണ? എന്നാ കൊന്നോളെ ഞാൻ. എനിക്ക് വയ്യ, എന്റെ മനസ്സമാധാനം പോയി. അയ്യടാ, ഇളിച്ചോണ്ടൊരു മാലിട്ടൊക്കെ നിന്നാ മതിയല്ലോ. കുഞ്ഞിഷ്ണ, ഓ എന്തൊരു ചൂട്. അങ്ങോട്ട് നോക്കടാ. എന്ത് ചെയ്യും? ഓ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. ഇപ്പൊ കണ്ടോ? അയ്യോ, അതെ കിളയില് തുടങ്ങി നോക്കടാ. ഓ, അവിടെ ഇട്ടെ, അവിടെ ഇടാൻ. ചേട്ടനോട് ഇന്നലെ തത്ത പറയും പോലെ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? കുഞ്ഞാ, നീ എന്റെ ചേട്ടനെ കൂടെ വഷളാക്കുന്നത്. വന്നാട്ടെ ഏട്ടാ, ഞങ്ങൾ എന്തൊക്കെയാ വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നത് നോക്കിക്കേ. വേണ്ട, നിങ്ങൾ എന്തൊക്കെയാ കൊണ്ടുവന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. അയ്യോ അളിയ, ഇത് അളിയന്റെ ഊഹങ്ങൾക്ക് അപ്പുറത്താണ്. അളിയ വന്നേ, നിങ്ങൾ രണ്ടുപേരും എന്റെ ഇത് മേടിക്കും കേട്ടോ. അയ്യോ അളിയ, ചേച്ചി തലയടിക്കാൻ നോക്കാണ്. കണ്ടെത്തി. ചേച്ചി എന്താ എടാ പപ്പ, ഇങ്ങനെ ഒരു അളിയനെ കിട്ടാൻ നീ പുണ്യം ചെയ്യണോടാ. നോക്കി നിക്കാതെ വെട്ടടാ. വെട്ടി തള്ളു. കണ്ടാ നോക്കിയേട്ടാ, ഇത് കണ്ട ലേറ്റസ്റ്റ് ഫാഷൻ കണ്ടാ? എങ്ങനെയുണ്ട് ചേട്ടാ? നീ എന്താടി തുണിക്കട തുടങ്ങാൻ പോവാണോ? ഇല്ലടാ, ഇതിന് രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. അത് തന്നെ, എന്റെ ചേട്ടന് ഞാൻ തമ്മിൽ പലതും പറയും. നീ എന്തിനാ തലയിടുന്നേ? ഓടാ എന്റെ പാട് നോക്കി. ചേട്ടൻ പഴഞ്ചൊല്ലുകൾ കേട്ടിട്ടില്ലേ? നാടോടുമ്പോ നടുവേ. ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്നാ നടുതുണ്ടം തിന്നണം. നമ്മളിപ്പോ ചേരെ തിന്നുന്ന നാട്ടിലോട്ടാ പോന്നേ. നടുതുണ്ടത്തിൽ തന്നെ കൈവയ്ക്കണം. ദാ 8,000-ൽ കൂടുതൽ രൂപ ചെലവായി. ചേട്ടനിപ്പോ ദേ എസ്.വി. ആഗ്രോ കോർപ്പറേഷന്റെ MD ചേട്ടാ. എസ്.വി. സതി വിശ്വനാഥൻ ആഗ്രോ കോർപ്പറേഷൻ, അതാണ് എസ്.വി. ചേട്ടാ, ഇതൊക്കെ ഒന്ന് ഇട്ട് നോക്കിയേട്ടാ. കഷ്ടമായത്. ഒരാളെ ഒന്ന് സുന്ദരനാക്കി എടുക്കാന്ന് വെച്ചാലും ദേഷ്യം വരുവോ? ചേട്ടൻ ഈ പാന്റും ടീഷർട്ടും ഒക്കെ ഒന്ന് ഇട്ടാലുണ്ടല്ലോ, മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, വിനീത്, ദിലീപ്, പൃഥ്വിരാജ് ഇവരൊക്കെ നാണിച്ച് കൂട്ടാത്മഹത്യ. ഒന്ന് പോടി അവിടുന്ന്. ജീൻസ് ഇടണം അത്ര. എന്താടാ വിളിച്ചേ? എന്റെ ഭർത്താവിനെ നീ അങ്ങനെ വിളിച്ച് കളിക്കണ്ട. എന്തോന്നെ? വിളിച്ച നിന്നെ ഇവിടെ വിളിക്കാൻ കാത്തു നിൽക്കുന്നു.
ആ അപ്പൊ സിറ്റിയിലോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ ചേട്ടാ? എടാ മര്യാദയ്ക്ക് ഇന്ന് ജോലി എടുക്കടാ. ഒരു സിറ്റി ഇതേ നോക്കിയേ, സിറ്റി മോശമൊന്നുമല്ല, അവിടുത്തെ ജീവിത രീതി നല്ലതാ. പക്ഷെ അവിടെ ജനിച്ച് വളർന്നവർക്ക് മാത്രം. നമ്മുടെ ജീവിതവും രീതിയൊക്കെ ഈ നാട്ടിൻപുറത്തേതാ. സ്വന്തം നിലയും വിലയും മറന്ന് ജീവിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ ഒരിടത്തും എത്തത്തില്ല. നോക്കി നിൽക്കാതെ വെട്ടടാ അവന്റെ ഒരു സിറ്റി. അയ്യോ ഇതാര് സതിയല്ലേ? നിനക്കിത് എന്ത് പറ്റി സതി? അല്പം പൊടി പറ്റി. എനിക്കറിയാം, ഞാൻ ഈ ചുരിദാർ ഇട്ടിരിക്കുന്നോണ്ടല്ലേ നീ ഇങ്ങനെ ചോദിച്ചത്. അമ്മ എന്നാലും മുതൽ ഇങ്ങനെയാ. ആ ഇനി മുതൽ അങ്ങോട്ടും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്റെ ഇവിടുന്ന് രീതി. മാറാൻ പോവാ? ആ ഞങ്ങൾ ഇവിടുന്ന് അങ്ങ് മാറാൻ പോവാ സിറ്റിയിലോട്ട്. അപ്പൊ ഇവിടുത്തെ വീട്? വീട് ഞങ്ങൾ അടച്ചിടും. അല്ല, ഇപ്പൊ സിറ്റിയിലായിരുന്നു ഈ വീടുണ്ടായിരുന്നെങ്കിലേ ഒന്ന് വീട് മാറുമ്പോ വാടകയ്ക്ക് എടുക്കാൻ 100 പേര് ക്യൂ നിൽക്കുമായിരുന്നു. ഈ കാട്ടുമുക്കിൽ ആര് വരാൻ? കാട്ടുമുക്കോ? ഓ സോറി, ഇത് ന്യൂയോർക്ക് അല്ലേ. എന്റെ രമണി നോക്ക്, ഞങ്ങൾക്ക് അത്യാവശ്യത്തിന് കാശുണ്ട്, ഒരുവിധം ഭേദപ്പെട്ട ചുറ്റുപാടുമുണ്ട്. ആ സൗകര്യങ്ങളും കെട്ടിപ്പിടിച്ച് ഇവിടെ ഇങ്ങനെ മുരടിച്ച് കിടക്കണം. 5 ദിവസമെങ്കിൽ 5 ദിവസം ജീവിക്കുന്നത് ഒരു ജീവിതമായി തോന്നണം. നീ കണ്ടില്ലേ, ഈ ചുരിദാറൊക്കെ ഇട്ടപ്പോ തന്നെ ആകെ എനിക്കൊരു മാറ്റം വന്നില്ലേ? നേരെ വന്നിട്ടുണ്ട്. മുമ്പ് നിന്നെ കാണാൻ കുറെ കൂടി ചന്തം ഉണ്ടായിരുന്നു. അയ്യടി മോളെ, കോളേജിൽ പഠിക്കുന്ന കാലത്തെ പാന്റും ജീൻസും ചുരിദാറും ഒക്കെ ഇട്ട് ഒരുപാട് വിലസേവളായി സാധി. കല്യാണം കഴിച്ചതോടെയാ മട്ടും മാതിരിയൊക്കെ മാറിയത്. അതെ മക്കളിവിടെ നിൽക്കും, വാ. സത്യം പറ, എന്നെ കണ്ട ഇപ്പോ ഒരു ഐശ്വര്യ റൂയെ പോലില്ലേ? അല്ല അത് പിന്നെ വേണ്ട വേണ്ട, ഇല്ലെന്ന് പറയാനായിരിക്കുമല്ലയോ തുടങ്ങുന്നേ. പക്ഷേ നീ പറയണ്ട, അവളെ കൊണ്ട് വേണം എനിക്ക് പറയിക്കാൻ. ആരെ കൊണ്ട്? ആ ലീലാവതിയെ കൊണ്ട്. അവളെ കൊണ്ട് ഞാൻ എന്നെ ഐശ്വര്യ റോയി എന്ന് വിളിപ്പിക്കും.